നമസ്കാരം. കാഴ്ചപ്പാടിലേക്ക് സ്വാഗതം. നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള ഒരു സംഭാഷണമാണിത്. നിങ്ങൾക്ക് യോജിക്കാം, വിയോജിക്കാം. വ്യക്തിപരമായ കാഴ്ചപ്പാട് തന്നെയാണിതിൽ. സജീവമായ ജനാധിപത്യത്തിൻ്റെ കരുത്ത്, അതിൻ്റെ പ്രാണവായു സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനമാണ്. അതിനുള്ളൊരു വേദിയാണിത്. ഈ കാഴ്ചപ്പാടിൽ വിവിധ വിഷയങ്ങൾ ചർച്ചാ വിഷയമാകും. സാമൂഹ്യം, രാഷ്ട്രീയം, സാമ്പത്തികം, സാംസ്കാരികം, ചിലപ്പോഴൊക്കെ സ്പോർട്സും പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്ന് ഇന്ത്യയിൽ എന്താണ് മുഖ്യ ചർച്ചാ വിഷയം? അതെ, അത് ഇന്ന് മുതൽ വോട്ടെടുപ്പ് പ്രക്രിയ ആരംഭിക്കുന്ന 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അടുത്ത 5 വർഷം നിങ്ങളെയും എന്നെയും ഒക്കെ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന സുപ്രധാനമായ തെരഞ്ഞെടുപ്പ്. ഇന്ത്യയിലെ ഒന്നാമത്തെ പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 72 വർഷം പൂർത്തിയായിട്ട് 2 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. ഇന്ത്യൻ തെരഞ്ഞെടുപ്പിന് ഒരുപാട് വളരെ പ്രധാനപ്പെട്ട സവിശേഷതകളുണ്ട്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ യോഗ്യതയുള്ള അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വോട്ടർമാരുടെ എണ്ണം 97 കോടിയോളം വരും. ഒരു താരതമ്യ കണക്ക് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യം, ഏറ്റവും ആദ്യത്തെ ജനാധിപത്യം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന അമേരിക്കയിൽ ആകെ പങ്കെടുക്കുന്ന വോട്ടർമാർ 17 കോടി മാത്രമാണ്. അതുകൊണ്ടാണ് ഇന്ത്യയെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യം എന്ന് വിളിക്കുന്നത് തന്നെ. നമ്മുടെ അയൽ രാഷ്ട്രങ്ങളിലെല്ലാം ജനാധിപത്യം പലതവണ ലംഘിക്കപ്പെട്ടു. പലതവണ പട്ടാള അട്ടിമറികൾ അരങ്ങേറി. എന്നാൽ സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം അടിയന്തരാവസ്ഥയുടെ 21 മാസം ഒഴിച്ചാൽ സമ്പൂർണമായ ജനാധിപത്യവും കൃത്യമായ ഇടവേളകളിൽ തെരഞ്ഞെടുപ്പും നടന്ന ഒരു രാജ്യം എന്ന നിലയ്ക്ക് ഇന്ത്യക്ക് ഏറ്റവും അഭിമാനകരമായ ഒന്നാണിത്. ലോക്സഭയിലെ 543 സീറ്റുകൾക്കായി 2600-ലേറെ പാർട്ടികളിൽ നിന്ന് 8000-ഓളം സ്ഥാനാർത്ഥികളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ മത്സരിക്കുന്നത്. 2600 പാർട്ടികൾ മത്സരിച്ചാലും ഒരു സീറ്റെങ്കിലും കുറഞ്ഞത് ലഭിക്കുന്നത് ഏതാണ്ട് 35ഓളം പാർട്ടികൾക്ക് മാത്രമാണ്. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ വോട്ടർമാരുടെ എണ്ണം 17 കോടി മാത്രമായിരുന്നു. അതായത് അമേരിക്കയിൽ ഇന്നുള്ള വോട്ടർമാരുടെ സംഖ്യ. ഒന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ 489 സീറ്റുകളിലേക്ക് മാത്രമായിരുന്നു മത്സരം. അതിൽ ദ്വയാംഗ മണ്ഡലങ്ങളുണ്ടായിരുന്നു, 3 അംഗങ്ങളുള്ള മണ്ഡലമുണ്ടായിരുന്നു. അതെല്ലാം മാറി. അന്ന് 45% വോട്ടും 364 സീറ്റുമായി ഒന്നാം സ്ഥാനത്ത് വന്നത് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നയിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്. എന്നാൽ രണ്ടാം സ്ഥാനത്ത് വന്നതാരെന്നോ? അത് CPI ആണ്. 16 സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വോട്ടിൻ്റെ ശതമാനം 4-ൽ താഴെ. ഇന്നത്തെ ഏറ്റവും വലിയ പാർട്ടി ആയ BJPയുടെ പൂർവ്വഗാമിയായ ഭാരതീയ ജനസംഘത്തിന് അന്ന് 5-ാം സ്ഥാനമേ ലഭിച്ചിരുന്നുള്ളൂ. വോട്ട് ശതമാനവും ഏതാണ്ട് 4-ൽ താഴെ. അന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ മറുപക്ഷത്ത് അനൗദ്യോഗികം ആയെങ്കിലും പ്രതിപക്ഷ നേതാവായത് സാക്ഷാൽ AK ഗോപാലൻ എന്ന AKG തന്നെയായിരുന്നു. അന്ന് കണ്ണൂരിൽ നിന്ന് മത്സരിച്ച് ജയിച്ചാണ് CPIയുടെ AKG ലോക്സഭയിലെത്തിയത്. അന്ന് ഇന്ത്യയിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം ലഭിച്ചതും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ആന്ധ്രാപ്രദേശിലെ കമ്മ്യൂണിസ്റ്റ് നേതാവും തെലുങ്കാന സമര നായകനുമൊക്കെയായ രവി നാരായണ റെഡ്ഡി. തൻ്റെ സ്വദേശമായ ആന്ധ്രയിലെ നൽഗൊണ്ട മണ്ഡലത്തിൽ നിന്ന് 2 ലക്ഷത്തിലേറെ വോട്ടുകൾക്കാണ് അദ്ദേഹം അന്ന് വിജയിച്ചത്. അലഹബാദിൽ, അതായത് സ്വന്തം സ്ഥലമായ അലഹബാദിൽ നെഹ്റു മത്സരിച്ച് ജയിച്ചതിൻ്റെ ഭൂരിപക്ഷം 1 ലക്ഷത്തോളം മാത്രം. രവി നാരായണ റെഡ്ഡി പിന്നീട് പലതവണ ലോക്സഭയിൽ അംഗമായി, നിയമസഭയിൽ അംഗമായി. 1999 അദ്ദേഹം അന്തരിച്ചത്.
മരണശേഷം അദ്ദേഹത്തിന് പത്മവിഭൂഷൺ പ്രഖ്യാപിക്കപ്പെട്ടു. 1951-52 നടന്ന ആ തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളം രൂപപ്പെട്ടിട്ടില്ല. മലബാറും തിരുക്കൊച്ചിയുമാണ് അന്ന് കേരളത്തിൻ്റേത് ഭാഗമായി മാറിയ ആ പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾക്ക് മറ്റൊരു അഭിമാനകരമായ കാര്യമുണ്ട്. ഇന്ത്യയിൽ അന്ന് ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയത് കോട്ടയത്താണ്. തിരുക്കൊച്ചിയുടെ ഭാഗമായിരുന്ന കോട്ടയത്ത് 80% അന്ന് പോളിംഗ്. അവിടെ നിന്ന് ജയിച്ചത് കോൺഗ്രസിൻ്റെ പ്രൊഫസർ CP മാത്യു. ആലുവയിലെ UC കോളേജിൻ്റെ സ്ഥാപകന്മാരിൽ ഒരാളും പ്രമുഖനായ ഫിലോസഫി പ്രൊഫസറും ഒക്കെയായിരുന്നു ഡോക്ടർ CP മാത്യു. ഒന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ ഒന്നാമത്തെ ഇന്ത്യൻ വോട്ടർ ഹിമാചൽ പ്രദേശുകാരനായ ശരൺ നെഗിയായിരുന്നു. ആ ശരൺ നെഗി ഈ 2019 തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു. 2022 105 വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത്. വോട്ടർമാരിൽ സ്ത്രീകളുടെ എണ്ണം ഇന്ന് പുരുഷന്മാരെക്കാൾ വളരെയേറെയാണ്, ഏതാണ്ട് 67%. എന്നാൽ സ്ഥാനാർത്ഥികളുടെ എണ്ണം പരിശോധിച്ചാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്ത്രീകളോട് അവഗണന തന്നെയാണ് തുടരുന്നത്. ഇന്നത്തെ 8000-ഓളം വരുന്ന സ്ഥാനാർത്ഥികളിൽ 800-ൽ താഴെ മാത്രമാണ് സ്ത്രീകളുടെ എണ്ണം. 1957 അത് 45 മാത്രമായിരുന്നു. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 10 ലക്ഷം ബൂത്തുകൾ ഒരുങ്ങിയിട്ടുണ്ട്. 1.5 കോടിയോളം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരാണ് ആ ബൂത്തുകളിലേക്ക് നിയോഗിച്ചിരിക്കുന്നത്. അങ്ങ് വടക്ക് മഞ്ഞണിഞ്ഞ ഹിമാലയം മുതൽ തെക്ക് കടലോര പ്രദേശങ്ങൾ വരെ, കിഴക്ക് കൊടും കാടുകളും മലകളും മുതൽ പടിഞ്ഞാറ് വിശാലമായ മരുഭൂമികൾ വരെ, കടലിനുള്ളിലെ വിദൂരമായ ദ്വീപുകൾ വരെ, ഇവിടെയെല്ലാം ബൂത്തുകൾ ഒരുങ്ങിയിരിക്കുന്നു. ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള പോളിംഗ് ബൂത്തും ഇന്ത്യയിലാണ്. ഹിമാചൽ പ്രദേശിലെ താഷി ഗാങ് എന്ന ആ സ്ഥലം 15,000 അടി ഉയരെയാണ്. ഒരൊറ്റ വോട്ടർ മാത്രമുള്ള ഒരു ബൂത്തും ഇന്ത്യയിലുണ്ട്. അരുണാചൽ പ്രദേശിലാണത്. ആ ബൂത്തിൽ വോട്ട് ചെയ്യാൻ എത്തുന്ന VIP വോട്ടർ 44 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. സൊക്കോല തയാങ് എന്ന പേരുള്ള ആ സ്ത്രീ അവിടെ തന്നെ വോട്ട് ചെയ്യുള്ളൂ എന്ന് നിർബന്ധം പിടിച്ചതിനെ തുടർന്നാണ് അവിടെ ബൂത്ത് ഒരുക്കിയിരിക്കുന്നത്. വോട്ടവകാശം രേഖപ്പെടുത്താനുള്ള ഓരോ സമ്മതിദായകൻ്റെയും അവകാശം സംരക്ഷിക്കാനുള്ള ഇന്ത്യയുടെ ബാധ്യതയുടെ സൂചനയാണ് ചൈനയുടെ അതിർത്തിയിലുള്ള ഈ ബൂത്ത്. അരുണാചൽ പ്രദേശിലെ മാലോഗോം എന്ന ഗ്രാമത്തിലാണ് ഈ ബൂത്ത്. കാടും മലകളുമൊക്കെ താണ്ടി 40 കിലോമീറ്റർ കാൽനടയായി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ചെന്നാണ് അവിടെ ബൂത്ത് ഒരുക്കിയിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും ചെലവേറിയതുമാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ആകെ ചെലവ് 1.25 ലക്ഷം കോടി രൂപയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് 60,000 കോടിയായിരുന്നു. അപ്പോൾ 5 വർഷം കൊണ്ട് എത്ര മടങ്ങാണ് ചെലവ് വർദ്ധിച്ചിരിക്കുന്നത്. ഏറ്റവും സമ്പന്ന രാജ്യമായ അമേരിക്കയിൽ പോലും ഇത്രയധികം ചെലവില്ല. ഇത് ഔദ്യോഗിക കണക്കാണ്. വാസ്തവത്തിലുള്ള കണക്ക് ഇതിലും എത്രയോ കൂടുതലാകും. ഇന്ത്യയിലെ ഒന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ ആകെ ചെലവ് 10 കോടി രൂപ മാത്രമായിരുന്നു. 2 നൂറ്റാണ്ട് കാലം വൈദേശിക ആധിപത്യത്തിൽ കഴിഞ്ഞിരുന്ന ഇന്ത്യ സ്വതന്ത്രയായി 4 വർഷത്തിനകം തന്നെ ഇത്ര വലിയൊരു തെരഞ്ഞെടുപ്പ് നടത്തും എന്നുള്ളത് അന്ന് ലോകത്തിന് വിശ്വസിക്കാനായില്ല. എന്തൊക്കെ തരം ബുദ്ധിമുട്ടുകളുടെയും പ്രതിബന്ധങ്ങളുടെയും നടുവിലായിരുന്നു ആ തെരഞ്ഞെടുപ്പ്. ഇന്ത്യ സാമ്പത്തികമായും സാമൂഹ്യമായും ഭാഷാപരമായും ഒക്കെ ഇത്രയധികം വൈവിധ്യമുള്ള മറ്റൊരു രാജ്യമില്ല. ഭൂമിശാസ്ത്രപരമായി തന്നെ അത്ഭുതപ്പെടുത്തുന്ന വൈവിധ്യം. ഇതിനൊക്കെ പുറമെയാണ് 4 വർഷം മാത്രം ഭരണപരിചയമുള്ള ഒരു ജനത ആണ് ഈ ജനാധിപത്യ വ്യവസ്ഥയുടെ ഏറ്റവും വലിയ ഈ പരീക്ഷണം നടത്തുന്നത് എന്നോർക്കണം. അതുമാത്രമല്ല, സ്വാതന്ത്ര്യലബ്ധിയെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനുമായി വിഭജിച്ചപ്പോൾ ഏതാണ്ട് 1 കോടിയിലേറെ ജനങ്ങളാണ് ഈ 2 രാജ്യങ്ങളിലേക്കും പരസ്പരം അഭയാർത്ഥികളായി പോയത്. 10 ലക്ഷത്തോളം പേർ വർഗീയ ലഹളകളിൽ അന്ന് കൊല്ലപ്പെട്ടു. ഈ ഒരു ഇത്രയും വെല്ലുവിളി നിറഞ്ഞ ഈ സാഹചര്യത്തിൽ ഇന്ത്യയെ പോലൊരു രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടത്താൻ
പ്രത്യേകിച്ച് സമാധാനപൂർണ്ണമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയില്ല എന്ന് ലോകം മാത്രമല്ല ഇന്ത്യയിൽ പോലും ഒരുപാട് പേർ വിശ്വസിച്ചു. എന്നാൽ 21 വയസ്സുള്ള എല്ലാവർക്കും വോട്ടവകാശം നൽകിയ ഇന്ത്യ എല്ലാവരെയും അമ്പരപ്പിക്കുകയാണ് ഉണ്ടായത്. അമേരിക്കയിൽ പോലും 1965 മാത്രമാണ് പ്രായപൂർത്തി വോട്ടവകാശം നടപ്പിലായത്. അതുകൊണ്ട് തന്നെയാണ് ഒന്നാമത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ലോക ജനാധിപത്യ ചരിത്രത്തിൽ ഇതൊരേറ്റവും വലിയ പരീക്ഷണമാകും എന്ന് ആ തെരഞ്ഞെടുപ്പ് നടത്താൻ നിയുക്തനായ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ പറഞ്ഞത്. വാസ്തവത്തിൽ സുകുമാർ സെൻ അന്ന് കൈവരിച്ചത് ഒരു മഹാത്ഭുതം തന്നെയാണ്. ഇത്രയും വലിയ ഒരു മഹാദൗത്യത്തിൻ്റെ ഭാഗമാവുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളും ഞാനും. അതുകൊണ്ട് തന്നെ തികഞ്ഞ ഉത്തരവാദിത്വ ബോധത്തോടെ, ചുമതലാബോധത്തോടെ ആ ദൗത്യം നിർവഹിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാ പൗരന്മാരുടെയും നമ്മുടെ റിപ്പബ്ലിക്കിൻ്റെയും നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്.